ഒക്കെ വലിയ പരിശ്രമമാണ് അവിടെ ഉണ്ടാകുന്നത്. കട്ടറുമായി ഈ ക്യാബിന്റെ അടുത്തേക്ക് ദൗത്യ സംഘാംഗങ്ങൾ ചെല്ലുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ, ഈ ആകാശ ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യമാണ് ആ ക്വാറിയുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്നുള്ളത്. ഇത്രയും താഴ്ചയിലേക്കാണ് ആ ലോറി കുത്തനെ വീണുപോയത്. അവിടെ നിന്ന് ആ വെള്ളക്കെട്ടിന് തന്നെ 10-70 അടി താഴ്ചയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടേക്കാണ് മുസ്തഫ ഈ വാഹനത്തിൽപ്പെട്ട് താഴേക്ക് വീണത്. ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. 1 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇപ്പോൾ കരയോട് അടുപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. കട്ടർ കൊണ്ട് ഇതിന്റെ ക്യാബിൻ മുറിച്ച് മുസ്തഫയെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് നിലവിലെ ലക്ഷ്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ദൗത്യ സംഘാംഗങ്ങൾ തന്നെയുള്ളത്. എത്രത്തോളം മണിക്കൂറുകൾ നീണ്ടു നിന്ന പരിശ്രമമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതാണ്. നമുക്ക് എത്ര സംഭവങ്ങൾ ഓർമ്മയുണ്ട്. നമ്മൾ ശിരൂരിൽ അപകടമൊക്കെ കണ്ടതാണ്. നമ്മൾക്ക് അതിൽ പെട്ടുകിടക്കുന്ന ആൾ പുറത്തേക്കെടുക്കുക എന്നുള്ളത് എത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മനുഷ്യരെല്ലാവരും അവിടെ ഈ അപകട സ്ഥലത്ത് നോക്കി നിൽക്കുന്നത്, മണിക്കൂറുകളായി അവിടെ തുടരുന്ന ആളുകളുണ്ട് നോക്കി നിൽക്കുന്നത്. ആ ഒരൊറ്റ കാര്യം വിജയകരമായി സംഭവിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. ഈ വലിയ ഭാരമുള്ള ലോറിയാണ്, സപ്ലൈക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മിനി ലോറിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അതിൽ സാധനങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പരിശ്രമം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. വടം കെട്ടി ഉയർത്തുക എന്നുള്ളത് 3 തവണ പരിശ്രമിച്ച് നടപ്പിലായില്ല. 5ാമത്തെ തവണയാണത് മുകളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് എന്നുള്ളതാണ്. ഇതാണ് ഈ കട്ടർ, ഈ ക്യാബിൻ മുറിക്കുവാനുള്ള കട്ടർ അടക്കമുള്ളവ അവിടേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട്. മുബഷീർ പി അക്ബറും സിനോജ് തോമസും വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സിനോജ്, എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ഉദ്യോഗസ്ഥർ എന്തിനാണ് പരിശ്രമിക്കുന്നത്? മാധു, ഒരു വടം കൂടി ഇട്ട് ക്യാബിനിലേക്ക് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ക്യാബിൻ മുറിക്കാനുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന കട്ടറാണ്. ഇത് ഉപയോഗിച്ച് ഇത് താഴോട്ട് കൊടുത്ത് അതിപ്പോൾ കയർ കൊണ്ട് കെട്ടുന്നതാണ്. കട്ടർ താഴോട്ട് രക്ഷാപ്രവർത്തകർക്ക് കൊടുക്കുകയാണ്. ഈ കട്ടർ താഴെ എത്തിച്ച് ക്യാബിൻ മുറിക്കാനുള്ള ശ്രമമാണ്. ക്യാബിൻ മുറിച്ച് അകത്ത് കുടുങ്ങിക്കിടക്കുന്ന മുസ്തഫയെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കട്ടർ താഴോട്ട് നൽകാൻ വേണ്ടി, ഈ പാറക്കുളത്തിലേക്ക് നൽകാൻ വേണ്ടി കട്ടർ കയർ ഉപയോഗിച്ച് കെട്ടുന്നു. ഇത് താഴോട്ട് ഇപ്പോൾ കയർ ഉപയോഗിച്ച് താഴോട്ടുള്ള രക്ഷാപ്രവർത്തകർക്ക് പതുക്കി ഇറക്കി കൊടുക്കും. അതോടൊപ്പം തന്നെ വടം ഉപയോഗിച്ച് സമീപത്തുള്ള തെങ്ങിലും മറ്റു മരത്തിലൊക്കെ ഉൾപ്പെടെ ഈ കയറുകൊണ്ട് പല വശത്തേക്ക് കെട്ടി ഈ ക്യാബിൻ നിർത്തിയിട്ടുണ്ട്. കാരണം ക്രെയിൻ്റെ മാത്രം സഹായത്തോടെ നിർത്തുക പ്രയാസമാണ്. അതുകൊണ്ടാണ് കയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ക്യാബിൻ താന്നു പോകാതെ, ലോറി താന്നു പോകാതിരിക്കാൻ വേണ്ടി വടം ഉപയോഗിച്ച് പരിസരത്തെ മരങ്ങളിലൊക്കെ തന്നെ വടം ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കട്ടർ, ഫയർഫോഴ്സിൻ്റെ കയ്യിലുള്ള കട്ടർ, ഈ ഉപകരണം താഴോട്ട് കൊടുക്കാൻ വേണ്ടി കയർ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഏതായാലും ക്രെയിൻ കുറച്ചുകൂടി ലൂസ് ആക്കിയിട്ടുണ്ട്. അതായത് കയർ കൊണ്ട് പല വശത്തേക്ക് കെട്ടിയിട്ടുണ്ട്. ആ കെട്ടിയ ശേഷം കയർ നോക്കാം. അതായത് സമീപത്തെ തെങ്ങിലുൾപ്പെടെ വടം കൊണ്ട് ഈ ക്യാബിൻ കെട്ടി നിർത്തിയിരിക്കുകയാണ്. അതായത് പൂർണ്ണമായി ഉള്ള വെയിറ്റ് ഈ കാണുന്ന തെങ്ങിലേക്കാണ് വരുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് ക്യാബിൻ പ്രധാനമായിട്ടും ഈ തെങ്ങിൽ കെട്ടിയിരിക്കുന്ന വടത്തിലാണ് അതിൻ്റെ ഭാരം വരുന്നത്. കാരണം ക്രെയിൻ പരമാവധി ലൂസ് ചെയ്ത് താഴോട്ട് അതിൻ്റെ വടം കൊടുക്കുന്നുണ്ട്. വടം പൂർണ്ണമായിട്ടും അതിൻ്റെ ഭാരം വരുന്നത് ഈ തെങ്ങിലാണ്. കാരണം ക്രെയിൻ പൂർണ്ണമായിട്ടും ലൂസ് ചെയ്തിട്ടുണ്ട്. ക്രെയിനിൽ ഘടിപ്പിച്ചിരിക്കുന്ന വടം പൂർണ്ണമായി ലൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ലോറിയുടെ ഭാരം മുഴുവൻ വരുന്നത് ഈ സമീപ ഇത്തരത്തിലുള്ള തെങ്ങിലാണ്. ഈ ഭാരം മുഴുവൻ വരുന്നത്, ലോറിയുടെ ഭാരം മുഴുവൻ ഇത്തരത്തിൽ വടം ഉപയോഗിച്ച് സമീപത്തെ മരങ്ങളിലും തെങ്ങിലുമൊക്കെ തന്നെ കെട്ടി നിർത്തിയ ശേഷം കുറച്ചുകൂടി ഉയർത്താൻ പറ്റുമോ എന്നാണ് ക്രെയിൻ ഉപയോഗിച്ച് ശ്രമം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ കട്ടർ ഉപയോഗിച്ച് ക്യാബിൻ മുറിച്ച് അതിനകത്തുള്ള മുസ്തഫയെ പുറത്തെടുക്കാനുള്ള ശ്രമം കൂടി നടത്തുകയാണ്. ഏതായാലും പല സ്ഥലത്തു നിന്ന് വടം ഉപയോഗിച്ചുകൊണ്ട് നാട്ടുകാരും രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ തെങ്ങിലേക്കും മറ്റു മരങ്ങളിലൊക്കെ തന്നെ ഈ ലോറി ഇപ്പോൾ കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഈ ക്രെയിൻ്റെ വടം പൂർണ്ണമായിട്ടും താഴ്ത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി ബലത്തിൽ ഈ ക്യാബിൻ മുകളിലോട്ട് ഉയർത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. നേരത്തെ നമ്മൾ കണ്ടു വടം, ക്രെയിനിൽ നിന്നുള്ള വടം പൊട്ടുന്ന രീതിയിലുള്ള ശബ്ദം കേട്ടിരുന്നു. അത് പൊട്ടാനുള്ള സാധ്യതയും കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കൂടുതൽ വടം താഴോട്ടിട്ട് കൊടുത്ത് ലോറിയിൽ കെട്ടിയ ശേഷം സമീപത്തെ മരങ്ങളിലേക്ക് ഇത് കെട്ടിയിരിക്കുന്നത്. ഇപ്പോൾ സമീപത്തെ മരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വടങ്ങൾ അതിൽ കെട്ടിക്കൊണ്ട് അതിൽ ലോറിയുടെ ഭാരം നിയന്ത്രിച്ചുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഏതായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം തന്നെ ഈ കട്ടർ താഴോട്ട് കൊടുക്കുകയും അതിന് ക്യാബിൻ മുറിച്ച് മുസ്തഫയെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു. ഏതായാലും ഒരു ക്രെയിൻ സഹായത്തോടു കൂടി ഈ ലോറി ഇടത്തും നല്ല ആഴമുണ്ടോ? അതായത് ഇനിയും താഴേക്ക് പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇത്രയധികം പ്രതിരോധ മാർഗങ്ങൾ?
മധു, തീർച്ചയായിട്ടും. കാരണം ആ ലോറി മുഴുവൻ പൂർണ്ണമായും മുങ്ങിക്കിടന്ന ഒരു സ്ഥലം കൂടിയാണ്. വെള്ളത്തിനടിയിൽ നിന്നാണ് ലോറി ഇത്രയും ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഈ റോഡിൽ നിന്ന് തന്നെ ഒരു 70 അടിയോളം താഴ്ചയുള്ള പാറക്കുളമാണ്. അത്രയധികം വെള്ളം ഈ പാറക്കുളത്തിൽ കെട്ടിക്കിടപ്പുണ്ട്. ഒരു ലോറി പൂർണ്ണമായും, ഒരു ലോഡ് വണ്ടി പൂർണ്ണമായും മുങ്ങിപ്പോയ ഒരു കുളമാണ്. അത്രയധികം താഴ്ചയുണ്ട്. ആ താഴ്ചയിൽ നിന്നാണ് ലോറി ഇത്ര ഉയരത്തിലേക്ക് ക്രെയിൻ ഉപയോഗിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുശേഷമാണ്, കാരണം കൂടുതൽ വാഹനങ്ങൾ ഇവിടെ നിർത്തി കൂടുതൽ ക്രെയിൻ എത്തിച്ച് ഇവിടെ കൊണ്ടുവന്ന് ലോറി ഉയർത്തുക പ്രായോഗികമല്ല. കാരണം ഇതിന് ഭൂമിശാസ്ത്രപരമായി കൂടുതൽ വാഹനങ്ങൾ ഇവിടെ നിർത്താൻ കഴിയില്ല. അങ്ങനെ ഭൂമിശാസ്ത്രപരമായിട്ട് ഒരു ക്രെയിൻ മാത്രമേ നിർത്താനും കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഒരു ക്രെയിൻ വെച്ചുകൊണ്ടും സംയുക്ത മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അല്ലെങ്കിൽ കൂടുതൽ ക്രെയിൻ കൊണ്ടുവന്ന് ഈ വാഹനം പല സ്ഥലത്തുനിന്ന് കെട്ടി ഉയർത്താൻ ശ്രമം നടത്താറുണ്ട്. ക്ഷീണം പ്രവർത്തിക്കുന്നത് അവിടുത്തെ ദൗത്യ സംഘാംഗങ്ങൾ എന്നുള്ളതാണ്. ഒരൊറ്റ ക്രെയിൻ മാത്രം നിർത്താനുള്ള സാഹചര്യം മാത്രമേ അവിടെയുള്ളൂ. അതിലേക്ക് പരമാവധി വടം കെട്ടി ഉയർത്തി കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ക്രെയിൻ്റെ ഈ വടം ഒന്ന് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള സമീപത്തുള്ള കല്ലിലും മരത്തിലുമൊക്കെ വീണ്ടും കയറുകൾ കെട്ടി നിലയുറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇനി അടുത്ത പരിശ്രമം തുടങ്ങേണ്ടതുള്ളത്.